പ്രിയദർശിനിക്ക് പിന്നാലെ പിങ്ക് ബസ്സുമായി KSRTC. ഇനി രാത്രികാലങ്ങളിൽ ഭയമില്ലാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. പരീക്ഷണാർത്ഥം ഓടിത്തുടങ്ങുന്ന പിങ്ക് ബസ് സർവീസുകൾ എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് KSRTC പങ്കുവയ്ക്കുന്നത്. ഈ സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതിയായ പ്രിയദർശിനി ബസ്സുകൾ വിജയകരമായി ജൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ രാത്രികാലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പിങ്ക് ബസ്സുകൾ അവതരിപ്പിക്കുകയാണ് സർക്കാർ. ഇതിൽ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്, പക്ഷേ ആളുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകും. ഇതിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇതുപോലെ തൊഴിലിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ എടുക്കുന്ന വനിതകളെ എടുക്കുന്ന ഒരു പ്രോഗ്രാം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നു മുതലാകും ഈ പിങ്ക് ബസ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങലിലേക്കാണ് ആദ്യ യാത്ര പോകുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഭാവനം ചെയ്തിരിക്കുന്ന ടെക്നോ പാർക്കിൽ നിന്ന് രാത്രി 10 മണിക്ക് ശേഷം ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ട്. അവർക്ക് കൂടി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഷെഡ്യൂൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യ യാത്രയിലെ കണ്ടക്ടർ ആവുകയാണ്, അതൊരു പ്രത്യേക സന്തോഷമായി മാറി. തീർച്ചയായിട്ടും ഒരു സന്തോഷം തന്നെയാണ്. പിങ്ക് ബസ്സിന്റെ ആദ്യ യാത്രയിൽ നമ്മളും പങ്കാളികളാവുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഓരോ സ്ത്രീകളും ഇതിനുള്ളിൽ ഇരിക്കുന്നത്. കാരണം അവരുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാവുകയാണ്. നല്ല തീരുമാനമാണ് ഇത്. ഈ സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് ഇത്. വളരെയധികം സന്തോഷമാണ്. ആദ്യം പ്രിയദർശിനി നമുക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ നമുക്ക് അവസരം തന്നു. ഇത് നല്ലൊരു കാര്യം തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നതിന്. അങ്ങനെ പിങ്ക് ബസ്സുകൾ ഇന്നു മുതൽ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, പിങ്ക് ബസ് എന്ന് പറഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് പിങ്ക് കളറിലുള്ള ബസ് തപ്പാൻ നിൽക്കരുത്. ഇതാണ് ഇന്നു മുതൽ യാത്ര ആരംഭിച്ചിരിക്കുന്ന പിങ്ക് ബസ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇനി യാതൊരുവിധ ആശങ്കയുമില്ലാതെ സുരക്ഷിതമായി രാത്രികാലങ്ങളിലും യാത്ര ചെയ്യാം. ആ ഉറപ്പ് സർക്കാർ നൽകുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.